ഹലോ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്യാബിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ വിൻഡ്സ് ഓഫ് ചേഞ്ച് എന്ന സെക്കൻഡ് യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ദ ടോയ്ലറ്റ് എന്നുള്ളതാണ്. ഇത് സൗത്ത് ആഫ്രിക്കൻ റൈറ്ററായ സിന ലോപ്പിൻ്റെ ഒരു മെമ്മോയറാണ്. ആദ്യം നമുക്ക് ഓഥറിനെ കുറിച്ചൊന്ന് നോക്കാം. സിന മൊലോപ്പ് ഈസ് എ സൗത്ത് ആഫ്രിക്കൻ സ്റ്റോറി ടെല്ലർ, writer, playwright and actress. She worked as a news reader at the Press Trust and BBC Radio. സിനാം ലോപ്പ് ഒരു സൗത്ത് ആഫ്രിക്കൻ സ്റ്റോറി ടെല്ലറാണ്, റൈറ്ററാണ്, പ്ലേ റൈറ്റാണ്, ആക്ട്രസ് ആണ്, ന്യൂസ് റീഡറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഷീ ടെൽസ് സ്റ്റോറീസ് ഇൻ 4 ഓഫ് സൗത്ത് ആഫ്രിക്കാസ് ലാംഗ്വേജ്: ഇംഗ്ലീഷ്, ആഫ്രിക്കൻസ്, സുലു, ഹോസ ആൻഡ് ഓൾസോ ഹെൽപ്സ് മോട്ടിവേറ്റ് ചിൽഡ്രൻ ടു റീഡ്. ലോപ്പ് സൗത്ത് ആഫ്രിക്കയിൽ 4 ലാംഗ്വേജസിൽ തന്നെ സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ, ആഫ്രിക്കനിൽ, സുലുവിൽ, ഹോസ ലാംഗ്വേജിൽ ഒക്കെ സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ വായിക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മച്ച് ഓഫ് ഹെർ വർക്ക് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ, സ്വാഹിലി ആൻഡ് ജാപ്പനീസ്. അവരുടെ കൂടുതൽ വർക്കുകളും മറ്റു ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. ഇൻ 2016 ഷി വാസ് ലിസ്റ്റഡ് ആസ് വൺ ഓഫ് BBC's 100 Women. From 2019, Lop's birthday is recognized as National Storytelling Day in South Africa. ലോപ്പിൻ്റെ ബർത്ത്ഡേ നാഷണൽ സ്റ്റോറി ടെല്ലിംഗ് ഡേ ആയിട്ട് സൗത്ത് ആഫ്രിക്കയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്. She has been awarded honorary doctorates from 7 universities across the world. അവൾക്ക് ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. അത്രയധികം ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററായിരുന്നു സിന ലോപ്പ്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഇതൊരു മെമ്മോയറാണ്. മെമ്മോയർ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ് എന്നാണ്. സിന ലോപ്പിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ്. Sometimes I wanted to give up and be a good girl who listened to her elders. Maybe I should have done something like teaching or nursing as my mother wished. People thought these professions were respectable. But I knew I wanted to do something different, though I was not sure what. ലോപ്പ് പറയുകയാണ്, ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് മറ്റുള്ളവരെ അനുസരിക്കുന്ന ഒരു ഗുഡ് ഗേളായിട്ട് മാറണമെന്ന്. ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും അമ്മ ആഗ്രഹിച്ചതുപോലെ ടീച്ചിങ്, നഴ്സിങ്ങിനൊക്കെ പോകാമെന്ന് ചിന്തിക്കാറുണ്ട്. പീപ്പിൾ തോട്ട് ദീസ് പ്രൊഫഷൻ വെയർ റെസ്പെക്റ്റബിൾ. കാരണം ജനങ്ങൾ ചിന്തിക്കുന്നത് ടീച്ചിങ്, നഴ്സിംഗ് ഇതൊക്കെയാണ് റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള പ്രൊഫഷൻ എന്ന്. പക്ഷേ ലോപ്പിനെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഫഷനാണ് അവൾ ആഗ്രഹിച്ചിരുന്നത്. ദോ ഐ വാസ് ഷുവർ നോട്ട് ഷുവർ വാട്ട്. ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഫഷൻ എന്താണെന്ന് അവൾക്ക് അറിയത്തില്ല, പക്ഷേ സംതിങ് ഡിഫറെൻ്റ് ആണ് അവൾ ആഗ്രഹിച്ചത്. ഐ തോട്ട് എ ലോട്ട് അബൌട്ട് ആക്ടിങ്. അവൾക്ക് ആക്ടിങ്ങിനോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. മൈ മദർ സെഡ് ദാറ്റ് ഇറ്റ് ഹാഡ് ബീൻ എ വേസ്റ്റ് ഓഫ് മണി എഡ്യൂക്കേറ്റിംഗ് മീ. ചിലപ്പോഴൊക്കെ അമ്മ പറയാറുണ്ട് ഇവളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതും കൊണ്ട് ഒരു ഗുണവുമില്ല, അത് വേസ്റ്റ് ഓഫ് മണിയാണെന്ന് അമ്മ പറയാറുണ്ട്. ബിക്കോസ് ഐ ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു വിത്ത് ദ നോളേജ് ഐ ഹാഡ് അക്വേർഡ്. കാരണം ഞാൻ അക്വയർ ചെയ്ത നോളജ് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ ഇവളെ പഠിപ്പിച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല എന്ന് അമ്മ പറയാറുണ്ട്. I had come to Johannesburg for December holidays after writing my matric exam and then stayed on hoping to find something to do. ഇപ്പോൾ ഇവൾ ജൊഹാനാസ്ബർഗിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നു. ഡിസംബർ ഹോളിഡേയ്സ് സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എക്സാം കഴിഞ്ഞിട്ടാണ് അവൾ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. അവളവിടെ സ്റ്റേ ചെയ്യുകയാണ്. എന്തെങ്കിലും ജോലികൾ അവിടെ ചെയ്യാമെന്നോർത്തിട്ടാണ് ഇപ്പോൾ അവളവിടെ സ്റ്റേ ചെയ്യുന്നത്. സെക്കൻഡ് പാരഗ്രാഫ്. My elder sister worked in Orange Grove as a domestic worker. ലോപ്പിൻ്റെ എൽഡർ സിസ്റ്റർ ജൊഹാനസ്ബർഗിൽ ഓറഞ്ച് ഗ്രോവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഡൊമസ്റ്റിക് വർക്കറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഐ സ്റ്റേഡ് വിത്ത് ഹെർ. ലോപ്പ് അവളോടൊപ്പമാണ് ഇപ്പോൾ താമസിക്കുന്നത്, അവളുടെ ബാക്ക് റൂമിൽ. ഐ ഡിഡ്ന്റ് നോ എനിബഡി ഇൻ ജൊഹാനസ്ബർഗ് എക്സെപ്റ്റ് മൈ സിസ്റ്റേഴ്സ് ഫ്രണ്ട്സ്. അവൾക്ക് ജൊഹാനസ്ബർഗിൽ വേറെ ആരെയും പരിചയമൊന്നുമില്ല, സിസ്റ്ററിൻ്റെ കുറേ ഫ്രണ്ട്സിനെ മാത്രം അറിയാം. whom we went to church with. അവരുമായിട്ടാണ് ചർച്ചിലൊക്കെ പോകുന്നത്. I was very bored and lonely.
അപ്പോൾ അവൾ വളരെയധികം ബോറായിട്ട് അവൾക്ക് ഫീൽ ചെയ്യുന്നു, ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നു. തേർഡ് പാരഗ്രാഫ്. ഓൺ വീക്ക് ഡേയ്സ് ഐ വാസ് ലോക്ക്ഡ് ഇൻ മൈ സിസ്റ്റേഴ്സ് റൂം സോ ദാറ്റ് ദ മാഡം വുഡിൻ സീ മീ. കൂടുതൽ സമയവും അവൾ സിസ്റ്ററിൻ്റെ റൂമിൽ ലോക്ക്ഡ് ആണ്. കാരണം ആ വീടിൻ്റെ മാഡം അവളെ ഇതുവരെ കണ്ടിട്ടില്ല. അവൾ അവിടെ താമസിക്കുന്നുണ്ട്, സിസ്റ്ററിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം മാഡമിന് അറിയത്തില്ല. ഷി വാസ് അറ്റ് ഹോം മോസ്റ്റ് ഓഫ് ദി ടൈം. മാഡം എപ്പോഴും തന്നെ ആ വീട്ടിലുണ്ട്. അതുകൊണ്ട് അവളുടെ കണ്ണിൽ പെടാതിരിക്കാൻ ഇവൾ റൂമിൽ ലോക്ക് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. പെയിൻറ്റിങ് ഹെർ നെയിൽസ്, ഹാവിങ് ടീ വിത്ത് ഹെർ ഫ്രണ്ട്സ് ഓർ ലൈയിങ് ഇൻ ദ സൺ ബൈ ദ പൂൾ. ഇപ്പോൾ കൂടുതൽ സമയവും മാഡം ആ വീട്ടിൽ തന്നെ ഇരിക്കാറുണ്ട്, നെയിൽ പോളിഷ് ചെയ്തുകൊണ്ട്, പിന്നെ ഫ്രണ്ട്സിനോടൊപ്പം ടീ കുടിച്ച്, പിന്നെന്താ പൂളിൽ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഒക്കെ ആയിട്ട് മാഡം കൂടുതൽ സമയവും ആ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ മാഡം കാണാതെ ലോപ്പ് ആ വീട്ടിൽ തന്നെ ലോക്കായിട്ട് ഇരിക്കും. ദ സ്വിമ്മിംഗ് പൂൾ വാസ് വെരി ക്ലോസ് ടു ദ റൂം വിച്ച് ഈസ് വൈ ഐ ഹാഡ് ടു കീപ് വെരി ക്വയറ്റ്. അപ്പം കൂടുതൽ സമയങ്ങളിലും സ്വിമ്മിംഗ് പൂളിൽ മാഡം ഉള്ളതുകൊണ്ട് തന്നെ ഈ സ്വിമ്മിംഗ് പൂള് ഇവളുടെ റൂമിൻ്റെ ഏറ്റവും അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും അവൾ വളരെ ക്വയറ്റായിട്ടാണ് ആ വീട്ടിൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. മൈ സിസ്റ്റർ ഫെൽറ്റ് ബാഡ് അബൌട്ട് ലോക്കിംഗ് മീ ഇൻ ദയർ ബട്ട് ഷി ഹാഡ് നോ ഓൾട്ടർനേറ്റീവ്. ഇവളെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടിട്ട് ജോലിക്ക് പോകാൻ സിസ്റ്ററിന് ഒട്ടും താല്പര്യമൊന്നുമില്ല. പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അവളെ റൂമിൽ ലോക്ക് ഇട്ടിട്ടാണ് സിസ്റ്റർ ജോലിക്ക് പോകുന്നത്. I couldn't even play the radio, so she brought me books, old magazines and newspapers from the white people. അപ്പോൾ ശബ്ദമൊന്നും വെക്കാൻ സാധിക്കാത്തത് കൊണ്ട് റേഡിയോ പ്ലേ ചെയ്യാനോ ഒച്ച വെക്കാനോ ഒന്നും കഴിയത്തില്ലാത്തത് കൊണ്ട് തന്നെ എൽഡർ സിസ്റ്റർ ഇവൾക്ക് കുറേ ബുക്ക്, മാഗസിൻസ്, ന്യൂസ് പേപ്പറൊക്കെ വായിക്കാനായിട്ട് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. I just read every single thing I came across, Fair Lady, Women's Weekly, anything. But then my sister thought I was reading too much. അവളുടെ കയ്യിൽ എന്ത് കിട്ടിയാലും അവളിപ്പോൾ വായിക്കും. കാരണം വേറെ ഒരു മാർഗവും അവൾക്ക് ഇല്ല സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് എന്ത് കിട്ടിയാലും അവളിപ്പോൾ വായിക്കാറുണ്ട്. Soon I got a temporary job in a clothing factory in town which made clothes for ladies' boutique. I looked forward to meeting new people and liked the idea of being out of that room for a ചേഞ്ച്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് തന്നെ അവൾക്ക് ഒരു ജോബ് കിട്ടി. ടെമ്പററി ജോബാണ്, ക്ലോത്തിങ് ഫാക്ടറിയിലാണ് അവൾക്ക് ജോലി കിട്ടിയത്. അവളപ്പോൾ ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ പുതിയ ആൾക്കാരെ കാണാം, പിന്നെ റൂമിൽ നിന്ന് ഒന്ന് വെളിയിലിറങ്ങാം. അതൊക്കെ കാരണം അവൾക്ക് ആ ജോബ് കിട്ടിയത് വളരെയധികം സന്തോഷമായി. ദ ഫാക്ടറി നോക്ക്ഡ് ഓഫ് അറ്റ് 4:30 ആൻഡ് ദെൻ ഐ വെൻറ്റ് ടു പാർക്ക് നിയർ വെയർ മൈ സിസ്റ്റർ വർക്ക്ഡ്. ഇപ്പോൾ ഫാക്ടറിയിൽ അവൾ ജോലിക്ക് പോകുന്ന സമയത്ത് വൈകിട്ട് 4:30 വരെയാണ് ഫാക്ടറി ഉള്ളത്. അതിനുശേഷം അവളുടെ സിസ്റ്റർ ജോലി ചെയ്യുന്ന ആ വീടിൻ്റെ അടുക്കിൽ ഒരു പാർക്കുണ്ട്. അവിടെ വന്ന് എന്ത് ചെയ്യും, സിസ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യും. I waited there till 6:30 when I could sneak into the house again without the white people seeing me. അങ്ങനെ 6:30 ആകുമ്പോഴേക്കും സിസ്റ്ററും അവളും കൂടി ഒരുമിച്ച് അവരുടെ ആ റൂമിലേക്ക് പോകാറാണ് പതിവ്. വേറെ ആരും അവരെ കാണാതെ അവർ ആ വീട്ടിലേക്ക് പോകും. I had to leave the house before 5:30 in the mornings as well. രാവിലെ ഇവർ 5:30 ആകുമ്പോഴേക്ക് വീട്ടിൽ നിന്നിറങ്ങും. That meant I had to find something to do with the time I had before I could catch the 7:30 bus to walk about 2 hours. അവർ രാവിലെ 5:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്നിറങ്ങും. 7:30ക്കാണ് അവളുടെ ബസ്, ഫാക്ടറിയിലേക്കുള്ള ബസ് അവർക്ക് ലഭിക്കുന്നത്. അത്രയും സമയം ഈ 2 hours എന്തെങ്കിലുമൊക്കെ അവൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം സമയം കളയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. I would go to a public toilet in the park. ആ 2 മണിക്കൂർ അവൾ എന്ത് ചെയ്യും, അവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. ആ ടോയ്ലറ്റിൽ പോയി അവളുടെ സമയം സ്പെൻഡ് ചെയ്യും. For some reason it was never locked. I would go in and sit on the toilet seat to read some magazine or other. അപ്പോൾ ആ ടോയ്ലറ്റ് ഒരിക്കലും ലോക്ക്ഡ് ആയിരുന്നില്ല. അവൾക്ക് അവിടെ പോയിരിക്കാനും ആ ടോയ്ലറ്റ് സീറ്റിലിരുന്ന് മാഗസിനോ എന്തെങ്കിലുമൊക്കെ വായിക്കാനോ അവൾക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അവൾ ആ പബ്ലിക് ടോയ്ലറ്റിൽ പോയിരിക്കും.
ബസ് വരുന്ന കറക്റ്റ് സമയമാകുമ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയുമാണ് പതിവായിട്ട് അവൾ ചെയ്യാറുള്ളത്. 5th paragraph. The first time I went into this toilet, I was on my way to the bus stop. Usually, I went straight to the bus stop outside the OK Bazaar where it was well lit and I could see. ബസ് സ്റ്റോപ്പിലേക്കുള്ള അവളുടെ യാത്രയിലാണ് ആദ്യമായിട്ട് അവൾ ആ ടോയ്ലറ്റിൽ കയറിയത്. സാധാരണ അവൾ ബസ് സ്റ്റോപ്പിലേക്ക് നേരെ പോകും, എന്നിട്ട് ഐ വുഡ് വെയിറ്റ് ദെയർ, അവിടെ വെയിറ്റ് ചെയ്യുകയാണ് പതിവുള്ളത്. എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. 2 മണിക്കൂർ അങ്ങനെ അവൾ സ്പെൻഡ് ചെയ്യാറാണ് പതിവ്. ദെൻ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ ഗ്രോയിങ് നമ്പർ ഓഫ് കാർസ് ആൻഡ് ബസ്സസ് ഓൺ ദെയർ വേ ടു ടൗൺ. എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാറും ബസ്സും ഒക്കെ കടന്നു പോകുന്ന കാഴ്ചകളൊക്കെ കണ്ട് അവൾ സമയം കളഞ്ഞ് അവിടെ ബസ് സ്റ്റോപ്പിലാണ് സാധാരണ വെയിറ്റ് ചെയ്യാറുള്ളത്. ഒരു ദിവസം ഓൺ ദാറ്റ് ഡേ ഇറ്റ് വാസ് റെയിനിങ് ക്വൈറ്റ് ഹാർഡ്, സോ ഐ തോട്ട് ഐ വുഡ് ഷെൽട്ടർ ഇൻ ദ ടോയ്ലറ്റ് അൻറ്റിൽ ദ റെയിൻ പാസ്റ്റ്. ഒരു വലിയ മഴ ഒരു ദിവസം പെയ്തു. അപ്പോൾ അവൾ ചിന്തിച്ചു, മഴയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ആ ടോയ്ലറ്റിൽ കയറിയിരിക്കാമെന്ന് അവൾ വിചാരിച്ചു. ഐ നോക്ക്ഡ് ഫസ്റ്റ് ടു സീ ഇഫ് ദെയർ വാസ് എനിവൺ ഇൻസൈഡ് ആസ് ദെയർ വാസ് നോ റിപ്ലൈ. അവൾ ടോയ്ലറ്റിൽ ചെന്നു, ടോയ്ലറ്റിൽ ഒന്ന് മുട്ടി നോക്കി, പക്ഷേ റിപ്ലൈ ഒന്നും അവൾക്ക് കിട്ടിയില്ല. ഐ പുഷ്ഡ് ദ ഡോർ ഓപ്പൺ ആൻഡ് വെൻറ്റ് ഇൻ. അങ്ങനെ അവൾ ആ ഡോർ ഓപ്പൺ ചെയ്ത് അതിലേക്ക് കയറി. ഇറ്റ് ഡിഡ്ന്റ് ലുക്ക് ലൈക്ക് ഇറ്റ് ഹാഡ് ബീൻ പെയിൻറ്റഡ് ഫോർ എ ഫ്യൂ ഇയർ. The closed lid of the toilet was going to be my seat for many mornings after that. അപ്പം ആ മഴ പെയ്ത ദിവസം ആ ടോയ്ലറ്റിൽ കയറി ചെന്നതിന് ശേഷം പിന്നീടുള്ള ധാരാളം രാവിലകളിൽ മോർണിംഗ്സിൽ ആ ടോയ്ലറ്റ് സീറ്റ് അവളുടെ സീറ്റായിട്ട് മാറി. വായിക്കാനും അവൾക്ക് ചിന്തിക്കാനും ഒക്കെയുള്ളൊരു സീറ്റായിട്ട് ആ ടോയ്ലറ്റ് സീറ്റ് പിന്നീട് അവൾക്ക് മാറി. 6th paragraph. I was very lucky to have found that toilet because the winter was very cold. Not that it was any warmer in the air, but once I had closed the door, it used to be a little less windy. അപ്പോൾ അവൾ ചിന്തിക്കുകയാണ്, ഇങ്ങനെ ഒരു ടോയ്ലറ്റ് കണ്ടുപിടിച്ചത് അവളുടെ ഭാഗ്യമാണ്. കാരണം വിൻ്റർ വളരെ കോൾഡായിരുന്നു. ആ വിൻ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ ടോയ്ലറ്റ് ഒരു മാർഗമായിട്ട് അവൾ കണ്ടു. നോട്ട് ദാറ്റ് ഇറ്റ് വാസ് എനി വാർമർ ഇൻ ദെയർ. അവൾ പറയുന്നു, ആ ടോയ്ലറ്റിൽ കയറിയെന്നും പറഞ്ഞ് പ്രത്യേകിച്ച് ചൂടൊന്നും ലഭിക്കത്തില്ല. ബട്ട് വൺസ് ഐ ഹഡ് ക്ലോസ് ദ ഡോർ ഇറ്റ് യൂസ് ടു ബി എ ലിറ്റിൽ ലെസ് വിൻഡി. ഇപ്പം അതിനകത്ത് കയറി വാതിലടച്ച് കഴിയുമ്പോൾ കാറ്റ് അകത്തേക്ക് പ്രവേശിക്കാതിരിക്കും. അപ്പോൾ അവൾക്ക് കുറച്ചൊക്കെ ഒരു ആശ്വാസം ലഭിക്കും. ഓൾസോ ദ ടോയ്ലറ്റ് വാസ് വെരി സ്മോൾ. ടോയ്ലറ്റ് വളരെ സ്മോൾ ആയിരുന്നു. ദ വാൾസ് വെയർ വണ്ടർഫുള്ളി ക്ലോസ് ടു മീ. വാൾസൊക്കെ അവളോട് അടുത്ത് നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നും. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഇറ്റ് വാസ് മെയ്ഡ് ഫിറ്റ് ഫോർ മീ എലോൺ. അവൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ആ ടോയ്ലറ്റ് അവൾക്ക് മാത്രമായിട്ട് ഉണ്ടാക്കപ്പെട്ടതാണെന്ന് അവൾക്ക് ഫിറ്റായിട്ട് അവൾക്ക് തോന്നാറുണ്ട്. ഐ എൻജോയ് ദാറ്റ് എ കൈൻഡ് ഓഫ് പ്രൈവസി. അതിൽ കയറി കഴിയുമ്പോൾ അവൾക്കൊരു പ്രൈവസി ഫീൽ ചെയ്യും. ഐ ഡിഡ് എ ലോട്ട് ഓഫ് തിങ്കിങ് വൈൽ ഐ സാറ്റ് ഓൺ ദ ടോയ്ലറ്റ് സീറ്റ്. ആ ടോയ്ലറ്റ് സീറ്റിലിരുന്ന് അവൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. ഐ ഡിഡ് എ ലോട്ട് ഓഫ് ഡേ ഡ്രീമിങ് ടു. അവൾ ഒത്തിരിയധികം ഡേ ഡ്രീം കാണാറുണ്ട്. മെനി ടൈംസ് ഇമാജിനിങ് മൈസെൽഫ് ഇൻ സം ബിഗ് ഹോൾ ഡൂയിങ് എ റിയലി പോപ്പുലർ പ്ലേ വിത്ത് അതർ യങ് ആക്ടേഴ്സ്. ചിലപ്പോഴൊക്കെ അവൾ സ്വപ്നങ്ങൾ കാണാറുണ്ട്, അല്ലെങ്കിൽ ഇമാജിനേഷൻസ് ഉണ്ടാക്കാറുണ്ട്. അവൾ ഒരു ബിഗ് ഹോളിൽ പോപ്പുലർ പ്ലേ ചെയ്യുന്നതായിട്ട് യങ് ആക്ടേഴ്സിനോടൊപ്പം പോപ്പുലർ പ്ലേ ചെയ്യുന്നതായിട്ടൊക്കെ അവൾ സ്വപ്നം കാണാറുണ്ട്. 7th paragraph. I started asking myself why I had not written anything since I left school. At least at school I had written some poems or stories in the school magazine and other magazines and also for school competition. ഇപ്പോൾ അവളോട് തന്നെ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് സ്കൂൾ ടൈമിന് ശേഷം അവൾ മറ്റൊന്നും എഴുതാതെ ഇരുന്നത്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾ കുറച്ച് പോയംസ് സ്റ്റോറീസ് ഒക്കെ സ്കൂൾ മാഗസിന് വേണ്ടിയിട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ട് അവളത് എഴുതുന്നില്ല എന്നവളിപ്പോൾ അവളോട് തന്നെ ചോദിക്കുകയാണ്. അവർ ഇംഗ്ലീഷ് ടീച്ചർ വാസ് ഓൾസോ സോ എൻകറേജിങ്. ഐ റിമെമ്പർ ദ ഡേ ഐ ഷോഡ് ഹിം മസ് ഫസ്റ്റ് പോയം. ഇംഗ്ലീഷ് ടീച്ചർ വളരെ എൻകറേജിങ് ആയിരുന്നു. അവളുടെ ആദ്യത്തെ പോയം എഴുതിയതിന് ശേഷം
ടീച്ചറിനെ കാണിക്കുന്നതും ഒക്കെ ഇപ്പോൾ അവൾ ഓർക്കുകയാണ്. ഐ വാസ് സോ എക്സൈറ്റഡ് ഐ കുഡിൻ കോൺസെൻട്രേറ്റ് ഇൻ ക്ലാസ് ഫോർ ദ ഹോൾ ഡേ. ഇവൾ അന്നത്തെ ദിവസം വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അവൾ എഴുതിയ ഫസ്റ്റ് പോയം ടീച്ചറിനെ കാണിച്ചു. അതിലവൾ എക്സൈറ്റഡ് ആയിരുന്നു. അവൾക്ക് ആ ഹോൾ ഡേ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. നെക്സ്റ്റ് പാരഗ്രാഫ്. ഐ ഡിഡ്ന്റ് നോ എനിത്തിങ് അബൌട്ട് പബ്ലിഷിംഗ് ദെൻ ആൻഡ് ഐ ഡിഡ്ന്റ് ആസ്ക് മൈസെൽഫ് ഇഫ് മൈ സ്റ്റോറീസ് വെയർ ഗുഡ് ഇനഫ്. ഐ ജസ്റ്റ് എൻജോയ് റൈറ്റിംഗ് തിങ്സ് ഡൗൺ വെൻ ഐ ഹാഡ് ദ ടൈം. അവൾക്ക് അന്നത്തെ സമയത്ത് പബ്ലിഷിങ്ങിനെ കുറിച്ചോ ഒന്നും അറിയത്തില്ലായിരുന്നു. അതുപോലെ തന്നെ അവളുടെ സ്റ്റോറീസ് നല്ലതായിരുന്നോ അതിനെക്കുറിച്ചൊന്നും അവൾ ചിന്തിച്ചിരുന്നില്ല, ചോദിച്ചിരുന്നില്ല. ജസ്റ്റ് അവൾ റൈറ്റിംഗ് എൻജോയ് ചെയ്തു. അവൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അവൾ എഴുതി.